ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ മസാല റെസിപ്പി ആയിട്ടാണ്. ഗ്രീൻ ചിക്കൻ മസാലയാണ്. പുതിനയിലയും മല്ലിയിലയൊക്കെ അരച്ച് ചേർത്തിട്ട് തയ്യാറാക്കുന്ന ഒരു ചിക്കൻ മസാലയാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം പുതിനയിലയും മല്ലിയിലയും അരച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു കൈപ്പിടി പുതിനയില ചേർക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഒരു കയ്യിൽ നിറച്ചും പുതിനയില, അതുപോലെ ഒരു കൈപ്പിടി മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പച്ചമുളക് കുറച്ച് കൂടുതൽ ചേർക്കണം. 4 പച്ചമുളക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 പട്ട കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ ജീരകം, ചെറിയ ജീരകം 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 മീഡിയം സൈസിലുള്ള സവാള ഞാനിവിടെ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ടാണ് ചേർക്കുന്നത്. നീളത്തിലരിയുന്നതാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് ചേർത്ത് കൊടുക്കണം. ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചിയും 8 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ്. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഗരം മസാല 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി ചേർക്കണം. മുളക് പൊടിയും കൂടുതലൊന്നും ചേർക്കേണ്ട, 1 ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാവും. അപ്പോൾ ഇത്രയും പൊടികൾ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പൊടികളുടെ ആ റോ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാലയുമായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് തൈര്, അതായത് 4 ടേബിൾ സ്പൂൺ അളവിൽ തൈര് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തൈര് ചേർക്കുന്നത് കൊണ്ട് തന്നെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഉണ്ടല്ലോ, ഗ്രീൻ കളർ പേസ്റ്റ്, അത് ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഞാനൊരു 1/4 കപ്പ് വെള്ളം, 1/4 കപ്പ് ചൂടുവെള്ളം ജാറ് കഴുകിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അടച്ച് വെക്കാം. അടച്ച് വെച്ചുകൊണ്ട് ചിക്കൻ വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇടയ്ക്ക് ഇതുപോലെ തുറന്ന് നോക്കണം. കറി ഇവിടെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ ചിക്കൻ വെന്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും അടച്ചു വെക്കാം. ചിക്കൻ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഗ്രേവി കുറച്ചുകൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് തുറന്ന് വെച്ചുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഈ ഒരു ഗ്രേവി കുറച്ചുകൂടി ഒന്ന് കുറുക്കിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ചേർത്താലും മതിയാവും. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ചേർക്കുന്നുണ്ട്. ഓപ്ഷണലാണ്. കസൂരി മേത്തിക്ക് പകരം വേണമെങ്കിൽ മല്ലിയില തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം.
നമ്മുടെ ഗ്രീൻ ചിക്കൻ മസാല അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു പാകത്തിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ കുറച്ച് സമയം കൂടെ വെച്ചോളൂ. പിന്നെ ഇതിൽ കാണുന്നത് പോലെയല്ല, ഇതിലും കുറച്ചുകൂടി ഒരു ഗ്രീൻ കളറുണ്ട് നമ്മുടെ കറിക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. വളരെ ഈസിയല്ലേ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. മറ്റുള്ള ചിക്കൻ റെസിപ്പീസ് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്